ഇന്നലെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിൽ നടന്ന സംഘർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 4 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. 100 പോലീസുകാരടക്കം 250 പേർക്ക് പരിക്കേറ്റുണ്ട്. ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. അനധികൃതമായി കെട്ടിയുയർത്തിയ ഒരു മദ്രസ പൊളിക്കാനായി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പോലീസും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എത്തുകയായിരുന്നു. തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. ഹൽദ്വാൻ, വൻഭൂൽപുര തുടങ്ങിയ ഇടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ അക്രമകാരികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. സ്കൂളുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ വലിയ രീതിയിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉത്തരാഖണ്ഡിൽ നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകൾ പൊളിക്കുമെന്ന് അവിടുത്തെ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ചൊരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസും സ്ഥലത്തെത്തിയതും ഈ കെട്ടിടം പൊളിക്കാൻ ആരംഭിച്ചു. തുടർന്നാണ് അതൊരു വലിയ കലാപമായി മാറിയത്. കലാപം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കൂടുതൽ സേനയും അർദ്ധസൈനിക വിഭാഗത്തെയും ഉത്തരാഖണ്ഡിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും കലാപത്തിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.